മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവൻ കടക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ മോർണിംഗ് റുട്ടീൻ ഇപ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. രാവിലെ എണീക്കുന്നു, മുറ്റടിക്കുന്നു, ചാണകം വീഴുന്നു, പൂക്കളിടുന്നു, സെയിം. അപ്പം അമ്മ ഇന്നലത്തെ പൂവൊക്കെ എടുത്ത് മാറ്റി. അപ്പം ഞാൻ അമ്മയ്ക്ക് കൈ കൊണ്ട് ചാണകം തേക്കാൻ പറ്റാത്തത് കാരണം ഞാൻ ചാണകമൊക്കെ പോയി എടുത്തിട്ട് വന്നു. ചാണകം തേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ പൂക്കളിടാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണേ. നമുക്ക് എന്തൊക്കെയാവുന്നു നോക്കാം. ഓക്കെ, അതിൽ ചാണകത്തിൽ വെയിൽ കൊണ്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാരണം കുറച്ച് പണിയാണ് അതെടുത്ത് മാറ്റാൻ. യേസ്, അപ്പം അങ്ങനെ നമ്മുടെ പൂവൊക്കെ പറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ചാണകം തേക്കാം, നല്ല ഫ്രഷ് ചാണകം, വീട്ടിലത്തെ ചാണകം എടുത്ത് നമ്മൾ തേക്കാണ് ഗൈസ്, തേക്കാണ്. ചാച്ചുവും അമ്മമ്മയും കൂടെ അവിടെ എന്തൊക്കെ പണിയുന്നുണ്ട്. ചാച്ചു ഏതോ ഒരു ചെടി പൊട്ടിച്ചു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? അവർ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കട്ടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഗൈസ്, ചാച്ചുത്തെ കത്തിയൊക്കെ എടുത്തിട്ട് അവരുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ചാച്ചുട്ടാ ഒരു മൈൻഡില്ല, അവൻ പോകുന്നുണ്ട്, അവൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് പൂക്കളം തകൃതിയിടാന്ന് വെച്ചിട്ടാണ് അമ്മ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇപ്പോഴും പൂക്കളൊക്കെ ഇട്ട് ഇടല് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഗൈസ്? പറയൂ, കമന്റ് ബോക്സിൽ പറയൂ. അപ്പം അങ്ങനെ ചാണകം തേക്കലൊക്കെ ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ ഇനിയിപ്പോൾ പൂക്കളിടാൻ പോവാണ്. എന്തൊക്കെ പൂവാണോ അമ്മ പറിച്ചെന്ന്? ശംഖുപുഷ്പം കേട്ടോ, ശംഖുപുഷ്പം, ചെമ്പരത്തി, പിന്നെന്താ മന്ദാരം, പിന്നെ വേറെ എന്തോന്നും കൂടെ ഉണ്ടല്ലോ, പീച്ച് ചെമ്പരത്തി. അമ്മ എന്നാ ഓടി 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 പൂക്കളിടാണ് ഗൈസ്, ഓടി പൂക്കളിടാണ്. അപ്പോൾ കണ്ടില്ലേ ചെമ്പരത്തി, പിന്നെ ഒരു മഞ്ഞപ്പൂ, പേരറിയാത്തൊരു പൂ, അതൊക്കെ അപ്പോൾ പറിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മ ഒറ്റയ്ക്കാണ് ഇടുന്നത്. യെസ്, ചാച്ചുക്കോട്ടൻ വീണ്ടും വന്നു. അമ്മമ്മേ, ഇതെന്താ പൂക്കളാന്നുള്ള മട്ടിലാണ് ചാച്ചുട്ടൻ വന്ന് നിൽക്കുന്നത്. അമ്മ പിന്നെ പണ്ടത്തെ സ്റ്റൈല്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ പൂക്കളം. എന്തൊക്കെയാവുന്നു നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നലെ നമ്മൾ ആമ്പലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇന്നത്തെയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇന്നും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇപ്പോൾ ക്യാമറാമാൻ ഞാനാണ്, അതുകൊണ്ട് ഇതിൽ എല്ലാ കുരുത്തക്കേടുകളും കിട്ടുന്ന എല്ലാ സംഭവവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുക്കു സ്റ്റീൽ ബോഡിയൊക്കെ കാണിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത് അവൻ കല്ലെടുത്ത് തന്നെ എറിയാൻ വരികയാണ്. അപ്പം ഞാൻ വേഗം ക്യാമറ മാറ്റി. അങ്ങനെ അമ്മ നല്ല തകൃതി പൂക്കളൊക്കെ ഇടുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അമ്മ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ അമ്മ കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പൂസ് വരുന്നത്. അപ്പൂസേ, കണ്ടില്ലേ എന്തായി പൂക്കണം എന്നറിയാൻ വേണ്ടി വന്നിരിക്കുക എല്ലാവരും. അമ്മ എന്തൊക്കെയായി പമ്മേട്ടാ, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓരോ കളറിലെ ഓരോ ഐറ്റംസ് എന്തൊക്കെയാ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എടുക്കുമ്പോഴാണ് അവിടെ നല്ല ഭംഗിയുള്ള വേറൊരു ഐറ്റം അവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് നല്ല ഭംഗിയുണ്ട്.
ഇത് നമ്മുടെ പൊട്ടിച്ച് വയ്ക്കുന്ന ചെടികൾ. ഇതെല്ലാവരും കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും ഇവിടെ കാണിച്ചു തരാം. അതിൽ നല്ല വെയിലത്ത് നല്ല ഭംഗിയാണ് ഗൈസ്. നമ്മുടെ ബാക്കിലുള്ള ചെമ്പരത്തി കേട്ടോ, അതിൻ്റെ ഭംഗി കാണാൻ രസമാണ്. ഇങ്ങനെ പോയിട്ട് വേഗം ഓടിപ്പോയി എടുത്താണേ. അങ്ങനെ അമ്മയ്ക്കിത് ധൃതിയായി. അമ്മ വേഗം വേഗം പൂക്കളൊക്കെ ഇട്ടിട്ട് ഓടാൻ നിൽക്കണം ഗൈസ്, ഓടാൻ നിൽക്കണം. ചെമ്പരത്തിയാണ് ഇഷ്ടപ്പെടുന്നത്, റെഡ്. എന്തൊക്കെ ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ എണീറ്റു. കുറെ ഇരിക്കുമ്പോ വയ്യ ന്യൂസ് എന്നൊക്കെ എണീറ്റു അപ്പുറത്തേക്ക് പോയി. എന്തായാലും ഒരു വെറൈറ്റി പൂക്കളാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇഷാൻസ് ഡാഡ് വരുന്നത്. കണ്ടു എന്തോ അവിടെ നോക്കുന്നുണ്ട്. ജെറുപ്പല്ലേ എവിടെ, സ്കൂട്ടിൽ തന്നെ ഇല്ലേ എന്നുള്ള മട്ടില്. അപ്പോഴേക്കും കുക്കു അച്ഛ വിളിച്ചു. അച്ഛ അങ്ങോട്ട് പോയി. കണ്ടില്ലേ, വികൃതി രാവിലെ തന്നെ വികൃതിയാണ് കേട്ടോ. കൊത്തൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ വിളവ് കാണിക്കാൻ പോവാണ്. കുക്കു അച്ഛയും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കുത്തക്കേടുകൾ. നോക്കാം. തോക്കില് ബലൂൺ വയ്ക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ എന്നത്തെയും ആള് വിട്ടു. അങ്ങനെതാ അമ്മയുടെ പൂക്കളം. എന്തൊക്കെ ഇട്ട് കഴിഞ്ഞായി. ഒരു പൂക്കളായി, ഇന്നത്തേക്കുള്ള പൂക്കളായി. അപ്പൊ ഗൈസ് അമ്മ അതാ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു. അമ്മയുടെ മൈൻഡിലുള്ള ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞു. അമ്മ ബായ് പറഞ്ഞ അമ്മ പോയിട്ടോ. അപ്പൊ ഞാനത് ഇതിന്റെ ബാക്കി പൂക്കെടുത്ത് മാറ്റി. അവിടുന്ന് ബക്കറ്റും ചാണകത്തിന്റെ ഇതൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഞാനും പോവാണ് ഗൈസ്. പൂട്ടിട്ട് പൂവിന് ചുറ്റുള്ള ബാക്കിയുള്ള ഇത് കളഞ്ഞാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. ആ കുരുമുളകിന് ഒഴിച്ചു കൊടുത്തു, സെറ്റായി. അങ്ങനെ ചാണകക്കായി ഞാൻ ചെന്ന് കൈ കഴുകാന്ന് വിചാരിച്ചു. കൈ കഴുകി. അപ്പോഴാണ് ഇതാ കുക്കുവിന് അച്ചടത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഭംഗിയല്ല, വേറെ അപ്പുറത്ത് വേറെ പൂമ്പാറ്റ. ഇത് നമ്മുടെ കൺമണി, അമ്മിണി, പാറു. പൂമ്പാറ്റനെ എടുക്കാവുന്ന പാര്യം കൂടെ എടുത്തു. പിന്നെ ജെറീനെ മാത്രമായിട്ട് കുറയ്ക്കേണ്ട, പക്ഷെ ജെറീനെ എടുത്തു. പിന്നെ നമ്മുടെ എന്നത്തെയും ഫ്രണ്ട്സ് ലവ് ബേർഡ്സ് കേട്ടോ. താമര, ഇന്നലെ ഉണ്ടായ താമരനെ കണ്ടില്ലേ, അല്ല വെയിലോട് ചേർന്ന് അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഓളം ബൈ ഗൈസ്. എല്ലാവരും പേജ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.